നമസ്കാരം. മറ്റൊരു യുവാവുമായുള്ള ബന്ധം ആരോപിച്ചായിരുന്നു തൃശൂർ വരന്തരപ്പള്ളിയിൽ യുവതിയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. 34-കാരിയായ ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവായ കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് ഭാര്യ ദിവ്യയെ കുഞ്ഞുമോൻ ശ്വാസം മുട്ടിച്ച് കൊന്നത്. ഇൻക്വസ്റ്റിനിടെ പോലീസിനുണ്ടായ സംശയമാണ് കൊലപാതകം വിളിച്ചത് കൊണ്ടുവന്നത്. അതേസമയം കുഞ്ഞുമോൻ മര്യാദക്കാരനായിരുന്നുവെന്നും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം അറിയില്ലെന്ന് ദിവ്യയുടെ അച്ഛൻ ഗംഗാധരന് പ്രതികരിച്ചു. ഇതിനിടെ ദിവ്യയുടെ സഹോദരന് വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റു. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാട സ്വദേശി ദിബീഷിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്ത് കാറിൽ ദിബീഷ് സഞ്ചരിച്ച സ്കൂട്ടറിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ദിബീഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മരിച്ച സഹോദരി ദിവ്യയുടെ വീടിന്റെ 180 മീറ്റർ അകലെയാണ് ഈ അപകടം നടന്നത്. സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ സ്ഥിരമായി ബസ്സിലായിരുന്നു ജോലിക്ക് പോയിരുന്നത്. ദിവ്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടെന്ന് സംശയം തോന്നിയ കുഞ്ഞുമോൻ ബസ്സിൽ ഭാര്യയെ പിന്തുടർന്നു. ജോലി സ്ഥലത്തേക്കുള്ള വഴിമധ്യേ ദിവ്യ ബസ്സിൽ നിന്നിറങ്ങി ഒരു യുവാവിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നായിരുന്നു കുഞ്ഞുമോൻ ആദ്യം ബന്ധുക്കളെ അറിയിച്ചത്. മരണവിവരം അറിഞ്ഞ് വീട്ടിലെത്തിയ പോലീസിന് ഇൻക്വസ്റ്റിനിടെ സംശയം തോന്നി. യുവതിയുടെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇതോടെ കുഞ്ഞുമോനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംശയത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദിവ്യ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു കുഞ്ഞുമോന്റെ മൊഴി. ഭാര്യയെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞുമോൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി മരണവിവരവും അറിയിച്ചു. പനിയെ തുടർന്ന് ആശുപത്രിയിലാക്കിയ ഭാര്യ മരിച്ചു എന്നായിരുന്നു കുഞ്ഞുമോന്റെ സ്റ്റേഷനിലെ മൊഴി. ആശുപത്രിയിലെത്തി മൃതദേഹം പരിശോധിച്ചപ്പോൾ ദിവ്യയുടെ കഴുത്തിൽ പാടുകൾ കണ്ടതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് സംശയമുണ്ടായത്. തുടർന്നാണ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ദമ്പതികൾക്ക് 11 വയസ്സുള്ള മകനുണ്ട്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ദിവ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കൊലപാതകത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് വിവരം.